പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ.എസ്. ഹംസയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചത് താനൂർ മണ്ഡലത്തിൽ നിന്നാണ്. രാവിലെ 7:30 നിറമരുതൂർ GVHSS ഗ്രൗണ്ടിൽ ഗോഗോ പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്ന താരങ്ങളെ കണ്ട് അഭിവാദ്യം ചെയ്താണ് കെ.എസ്. ഹംസ പര്യടനം ആരംഭിച്ചത്. 8 മണിക്ക് നിറമരുതൂർ ഭൂതാകുളങ്ങര ശ്രീ മൂകാംബിക ഭഗവതി ക്ഷേത്രത്തിലെ ഭഗവതിയാട്ട് താലപ്പൊലി മഹോത്സവത്തിനെത്തിയവരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. താനൂരിനെ ആവേശത്തിലാഴ്ത്തിയായിരുന്നു കെ.എസ്. ഹംസയുടെ പര്യടനം. ഓരോ സ്വീകരണ കേന്ദ്രത്തിലും സ്ത്രീകളടക്കം നൂറുകണക്കിന് പേരാണ് തടിച്ചുകൂടിയത്. മുദ്രാവാക്യം വിളിയോടെയാണ് ജനങ്ങൾ ഹംസയെ വരവേറ്റത്. ഉണ്ണിയാൽ, പുതിയ കടപ്പുറം, അഞ്ചുടി ഫിഷറീസ് കോളനി, ചീരാൻകടപ്പുറം, എടക്കടപ്പുറം, കാരാട്, പനങ്ങോട്ടൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു. ഇപ്പോൾ പൗരത്വ നിയമം പാസാക്കി, പൗരത്വ നിയമം നടപ്പിലാക്കി. അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപനം ഒരു നീട്ടി കൊണ്ടുപോയത്. പരമാവധി എങ്ങനെ വർഗീയത കുത്തിയിളക്കി ആളി കത്തിക്കാൻ പറ്റും അതാണ് അവർ നോക്കുന്നത്. കടിയ വർഗീയത, തികഞ്ഞ വർഗീയത ആളി കത്തിച്ചുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് BJPയുടെയും സംഘപരിവാറും മോഡി കൂട്ടരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താനൂർ ശോഭപ്പറമ്പിലെത്തിയ കെ.എസ്. ഹംസയെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് സ്വീകരിച്ചത്. ഉച്ചയ്ക്ക് ശേഷം കെ.പുരം, മുണ്ടത്തോട് അംഗനവാടി പരിസരം, കുണ്ടുങ്ങൽ തുടങ്ങിയ സ്വീകരണത്തിന് ശേഷം ചെറിയമുണ്ടം ഇരിങ്ങാവൂരിൽ സമാപിച്ചു. മീനടത്തൂരിലെ LDF പ്രവർത്തകർ ഒരുക്കിയ ഇഫ്താർ വിരുന്നിലും അദ്ദേഹം സംബന്ധിച്ചു. കെ.പുരം, കുണ്ടുങ്ങൽ, മണലിപ്പുഴ എന്നിവിടങ്ങളിലെ ബൂത്ത് കമ്മിറ്റി ഓഫീസുകളും കെ.എസ്. ഹംസ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരൂർ. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.